കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഗായിക ആശാ ഭോസ്ലെയെ വസതിയിലെത്തി സന്ദർശിച്ചു. തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ബുധനാഴ്ച നടത്തിയ സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ അമിത് ഷാ പങ്കുവച്ചു. ചിത്രങ്ങൾ പങ്കുവച്ച് അമിത് ഷാ പറഞ്ഞതിങ്ങനെ: ആശ തായെ കാണുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ സംഗീതത്തെയും സംസ്കാരത്തെയും പറ്റി ഇന്ന് മുംബൈയിൽ ഒരുപാട് ചർച്ച ചെയ്തു. എല്ലാവർക്കും ആശാജി ഒരു പ്രചോദനമാണ്. അവരുടെ ശബ്ദം നമ്മുടെ മ്യൂസിക് ഇൻഡസ്ട്രിക്ക് കിട്ടിയ അനുഗ്രഹവും. ആശാ ഭോസ്ലെയുടെ അനുഗ്രഹം വാങ്ങിയ അദ്ദേഹം അവരുടെ ഫോട്ടോ ബയോഗ്രഫിയായ ബെസ്റ്റ് ഓഫ് ആശ എന്ന പുസ്തകവും പ്രകാശനം ചെയ്തു. ഗൗതം രാജധ്യക്ഷ എന്ന വിഖ്യാത ഫോട്ടോഗ്രാഫർ പകർത്തിയ ആശാ ഭോസ്ലെയുടെ ചിത്രങ്ങളാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം. കൂടിക്കാഴ്ചയ്ക്കിടെ ഹം ദോനോ എന്ന ചിത്രത്തിലെ അഭിന ജാവോ എന്ന ഗാനം ആശാ ഭോസ്ലെ ആലപിച്ചു. ഇതിന്റെ വീഡിയോ മഹാരാഷ്ട്ര ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ഉൾപ്പെടെയുള്ളവർ പങ്കുവച്ചിട്ടുണ്ട്. തന്റെ ചിത്രം റിലീസാവാൻ 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് തിരക്കഥാകൃത്ത് നിസാം റാവുത്തർ വിടവാങ്ങിയത്. തന്റെ 4ാമത്തെ ചിത്രമായ ഒരു സർക്കാർ ഉൽപ്പന്നം വെള്ളിയാഴ്ച റിലീസ് ചെയ്യാനിരിക്കുകയായിരുന്നു. ചിത്രം പ്രേക്ഷകർക്കൊപ്പം തിയേറ്ററിൽ കാണാനുള്ള ആഗ്രഹത്തിലായിരുന്നു അദ്ദേഹം. ഹൃദയാഘാതമാണ് മരണകാരണം. 49 വയസ്സായിരുന്നു. കടമനിട്ട സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു ഇദ്ദേഹം. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്ന പേര്. അതിൽ നിന്ന് ഭാരത് ഒഴിവാക്കാൻ സെൻസർ ബോർഡ് പറഞ്ഞത് വിവാദമായിരുന്നു. ഇന്ത്യയിൽ വലിയ രീതിയിൽ തരംഗം സൃഷ്ടിച്ച പാട്ടുകളിലൊന്നാണ് എൻജോയ് എൻജോയ്. പണ്ടുകാലത്ത് അടിമകളായി പണിയെടുത്ത തമിഴ്നാട്ടിലെ ആദിവാസി വിഭാഗക്കാരുടെ പോരാട്ടത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഗാനമൊരുക്കിയത്. 3 വർഷം മുമ്പ് പുറത്തിറക്കിയ ഈ മ്യൂസിക് വീഡിയോ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുകയും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അതിന് കോടിക്കണക്കിന് ആസ്വാദകരുണ്ടാകുകയും ചെയ്തു. എന്നാൽ അതിൽ നിന്നും 1 രൂപ പോലും തനിക്കോ അതിലെ ഗായകരായ അറിവ്, വി എന്നിവർക്കോ കിട്ടിയില്ല എന്ന് ഗാനത്തിനീണം നൽകിയ സന്തോഷ് നാരായണൻ. മാജ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഗാനത്തിന് ലഭിച്ച മുഴുവൻ പണവും ഒരു ലോകപ്രശസ്ത കലാകാരൻ കൈക്കലാക്കി എന്ന് സന്തോഷ് പറഞ്ഞു. ഇത് എ ആർ റഹ്മാനെയാണ് ഉദ്ദേശിച്ചതെന്ന് ജനങ്ങൾ പറയുന്നു. മാജ എന്ന യൂട്യൂബ് ചാനലിന്റെ ഒരു ഫൗണ്ടർ എ ആർ റഹ്മാനാണ്. വിവാദം ശക്തമായതോടെ താൻ റഹ്മാൻ സാറിനെ അല്ല ഉദ്ദേശിച്ചതെന്നും അദ്ദേഹം തനിക്ക് ഇപ്പോഴും പ്രോത്സാഹനം തന്നിട്ടുണ്ട് എന്നും സന്തോഷ് പറഞ്ഞു.